എല്ലാവർക്കും നമസ്കാരം. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഗുരുവായൂർ നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ ഭാരവാഹികൾ നമ്മുടെ വിന്റർഫീൽഡ് കൊടൈക്കനാൽ റിസോർട്ടിലേക്ക് ഇന്ന് യാത്ര തിരിച്ചിരിക്കുകയാണ്. ആ യാത്രയുടെ ഭാഗങ്ങളാണ് നിങ്ങൾ ഇനി കാണാൻ പോകുന്നത്. നമസ്കാരം. നമസ്കാരം. വ്യാപാരി വ്യവസായി ഏകോപന സമിതി തൃശ്ശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൊടൈക്കനാൽ വിന്റർഫീൽഡ് ഹോട്ടൽസ് എന്ന് പറയുന്ന വലിയൊരു മഹത്തായ ഹോട്ടൽ ശൃംഖല തുറന്നിരിക്കുകയാണ് കൊടൈക്കനാലിൽ. അവിടേക്ക് ഗുരുവായൂർ നിയോജകമണ്ഡലത്തിൽ നിന്നുള്ള വ്യാപാരികളെയും കൊണ്ട് ഞങ്ങൾ യാത്ര പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടേക്കുള്ള യാത്ര വളരെ സന്തോഷകരമായിട്ടൊരു യാത്രയായിട്ട് ഞങ്ങൾ ജില്ലാ പ്രസിഡന്റിനോടൊപ്പം യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നു. എല്ലാവർക്കും ഈ യാത്രയിലേക്ക് ഹാർദമായ സ്വാഗതം ചെയ്യും. എന്തായാലും പ്രസിഡന്റും നിയോജകമണ്ഡലം ചെയർമാനും പറഞ്ഞ പോലെ കൊടൈക്കനാൽ വിന്റർഫീൽഡ് ഹോട്ടൽസിലേക്കുള്ള ഗുരുവായൂർ നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ ഒരു യാത്രയാണ്. അത് ഞങ്ങൾ അടിച്ചു പൊളിച്ചുള്ള ഒരു യാത്ര തന്നെയാണ്. അതിലൊരു സന്തോഷം ജില്ലാ പ്രസിഡന്റും ഈ വിന്റർഫീൽഡ് ഹോട്ടൽസ് ആൻഡ് റിസോർട്ട്സിന്റെ ചെയർമാനുമായ ശ്രീ KV അബ്ദുൽ ഹമീദിനോടൊപ്പം യാത്ര ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളത് വളരെ സന്തോഷവും അഭിമാനകരവുമാണ്. അപ്പോൾ ഇപ്പോൾ ഞങ്ങൾ ഇങ്ങനെ യാത്ര പുറപ്പെട്ടേക്കാണ്. ഇനി നാളെ രാത്രി ഞങ്ങൾ തിരിച്ചെത്തുന്നവരെ ഞങ്ങൾ അടിച്ചു പൊളിച്ചുള്ളൊരു യാത്ര തന്നെയായിരിക്കും. ഓക്കെ, താങ്ക് യു. ഇപ്പം മുഴുവൻ നീളൻ ഒരു വീഡിയോ തന്നെ വിട്ടത്. ഒരു 18 യൂണിറ്റ് നമ്മുടെ നിയോജകമണ്ഡലത്തില് അത് കുഴപ്പമില്ല. നമ്മുടെ 18 യൂണിറ്റില്ലേ മൊത്തം? 18 യൂണിറ്റിലെ എല്ലാ അംഗങ്ങളും ഉണ്ട്. പ്രസിഡന്റ് ഇത് ഒരു യൂണിറ്റിന്റെ സെക്രട്ടറി ഞാൻ ഒരു യൂണിറ്റിന്റെ സെക്രട്ടറി ജെയ്സൺ ആൾക്കാർ അങ്ങനെ എല്ലാരും ഇത് ചാവക്കാട് മേഖല സെക്രട്ടറി ഈ പ്രസിഡന്റാണ് പറയണത് കേട്ടോ. ചാവക്കാട് മേഖല ഒരു വാക്ക് എന്റെ ജീവിതത്തിലെ 59 വയസ്സിൽ ഏറ്റവും വലിയ ഒരു സുഖമുള്ള ഒരു യാത്രയാണിത്. ഇതിന് വഴിയൊരുക്കിയ എന്റെ ചങ്കിന്റെ ചങ്കായ എന്റെ മുത്തയായ എന്റെ അമ്മീതിനെ പ്രത്യേകം നന്ദി രേഖപ്പെടുത്തിക്കൊണ്ടു. ദീർഘനാളത്തെ പരിശ്രമം, ഒരുപാട് വഴി കേൾക്കേണ്ടി വന്നാലും സമാപ്തി വളരെ വളരെ വിജയമായിരുന്നു. സംസ്ഥാനത്ത് തന്നെ ഉദിച്ചു നിൽക്കുന്ന വലിയൊരു സംരംഭം വൻ വിജയമാക്കാൻ സാധിച്ച നമ്മുടെ പ്രസിഡന്റ് ചാവക്കാട്ടുകാരനായ തൃശ്ശൂർ ജില്ലാ പ്രസിഡന്റ് അബ്ദുൽ ഹമീദിന് 1000 അഭിനന്ദനങ്ങൾ. വൻ വിജയങ്ങൾ ഇനിയും കൊയ്യാൻ അദ്ദേഹത്തിന് ആയുരാരോഗ്യ സൗഖ്യമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അദ്ദേഹത്തിന്റെ ചിട്ടയായ പ്രവർത്തനത്തിന്റെ ഫലമായിട്ടാണ് ഇന്ന് കേരളത്തിൽ ഇങ്ങനെ തൃശ്ശൂരിന് ഇത്ര വലിയൊരു വിന്റർഫീൽഡ് ഹോട്ടൽ ആൻഡ് റിസോർട്ട് എന്ന സ്ഥാപനത്തിന് ഇത്ര വൻ വിജയത്തിലേക്ക് എത്തിക്കാൻ സാധിച്ചത്. അദ്ദേഹത്തിന്റെ ഓരോ സ്റ്റെപ്പും വളരെ കരുതലോടെ വെച്ച അദ്ദേഹത്തിന്റെ പിന്തുണ നൽകുന്ന എല്ലാ യൂണിറ്റുകൾക്കും കൂടി അഭിനന്ദനം അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നല്ലൊരു പ്രത്യേക വൈബായിട്ട് തുടങ്ങിയല്ലോ. പ്രസിഡന്റ് അബ്ദുൽ ഹമീദിനെ എല്ലാ അഭിവാദ്യങ്ങളും ഇന്ന് എഴുത്ത് നൽകിയ എല്ലാ അഭിവാദ്യങ്ങളും നിർത്തിയായിരുന്നു. അടിപൊളി ഗുരുവായൂര് വളരെ നല്ല 18 യൂണിറ്റാണ് ഇവിടുന്ന് പോണത്. അതില് സെക്രട്ടറി, പ്രസിഡന്റ്, ട്രഷറർ 3 ആള് വെച്ചിട്ട് പിന്നെ ചാവക്കാട് എക്സിക്യൂട്ടീവ് അംഗങ്ങളും ഒരു ബസ്സിലാണ് ഫുള്ള് 46 ആള്. നമസ്കാരം. എല്ലാവിധ ആശംസകളും. ചാവക്കാട് അല്ല കടപ്പുറം യൂണിറ്റ് ചാവക്കാടിന്റെ എല്ലാവിധ ആശംസകളും. കടപ്പുറം ജീവിതത്തില് ജീവിക്കുന്ന മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുകയും എന്നാൽ സ്വയം ജീവിക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു വിഭാഗമാണ് വ്യാപാരികൾ. അവരുടെ ജീവിതത്തിനുള്ള അവരുടെ സന്തോഷത്തിനുള്ള യാത്രയാണ്. അതിനെ ജില്ലാ കമ്മിറ്റി ഏർപ്പെടുത്തിയ ഈ വിനോദയാത്രയിൽ അതിന് നേതൃത്വം കൊടുത്ത എല്ലാവർക്കും വളരെയധികം നന്ദി കടപ്പാട് അറിയിക്കും. ഗുരുവായൂർ യൂണിറ്റ് സംഘടനയെ ഇത്രയും നല്ല നിലയിൽ ഒരേ ഒരു കെട്ടി
ഇപ്പം അടുത്ത് സംഘടന നല്ല നിലയിൽ യാത്ര കൊണ്ടുപോകുന്ന ഒരു സംവിധാനം, അതും പ്രസിഡന്റ്, സെക്രട്ടറി അവരൊക്കെ ഒപ്പം നമ്മളോടൊപ്പം ചേർന്ന് എങ്ങനെയാണ് ഒരു സംഘടനയെ കൊണ്ടുപോകേണ്ടത് എന്നുള്ളതിനെ ഒരു വ്യക്തമാക്കുന്ന ഒരു യാത്ര കൂടിയാണ് ഈ യാത്ര. ഈ യാത്ര വളരെ മനോഹരമാണ്. ഇതിൽ എല്ലാവിധ ആശംസകളും ഗുരുവായൂർ യൂണിറ്റിൻ്റെ പേരിൽ സെക്രട്ടറി എന്ന നിലയിൽ ഞാൻ ആശംസ മുരുകൻ ചാവക്കാട് യൂണിറ്റ്. വളരെ സന്തോഷം. എൻ്റെ പേര് പ്രമോദ്, ഞാൻ ചാവക്കാട് എക്സിക്യൂട്ടീവ് മെമ്പർ. നമ്മളെ വടക്കേകാട് യൂണിറ്റ് പ്രസിഡന്റാണ്. പേര് ഷാജൻ വാഴപ്പള്ളി, സുഹൃത്ത്. ഒരു മറ്റേ വളക്കാട് വേറെ യൂണിറ്റാണ്. ഈ 18 വെട്ടാതി യൂണിറ്റാണ്. സെക്രട്ടറി, ട്രഷറർ. ഇവരൊക്കെ ചാവക്കാട് തന്നെ. ചാവക്കാട് നമ്മുടെ വേറെ പ്രസിഡന്റ് 5 യൂണിറ്റ് ചാവക്കാട്. കോട്ടപ്പടി യൂണിറ്റ്. കോട്ടപ്പടിന്ന് വന്നിട്ട് ചാവക്കാട് യൂണിറ്റ്. അങ്ങനെ എല്ലാവരും ഉണ്ട്. ഞങ്ങള് ഇതില് അടിച്ച് പൊളിക്കാണ്. സൈലന്റ് ആയിട്ട് ഇരിക്കട്ടാ. സമയം നമ്മളവിടെ എത്തി. പൊള്ളാച്ചി കഴിഞ്ഞു. ഞങ്ങള് ഒരു കാറ്റാടിയില് കാറ്റാടിയില് സ്റ്റെക്കായി ഇങ്ങനെ പിടിച്ച് നമുക്ക് ഇതാക്കാം. അപ്പൊ ഓക്കെ, ആൾക്കാർക്ക് 4 ആൾക്ക് പണിട്ട് പോലെ. അങ്ങനെ ഞങ്ങള് വിന്റർഫീൽ കൊടൈക്കനാലിലെത്തി. നല്ല രസമായി സെറ്റാക്കിയിട്ടുണ്ട്. ഞങ്ങൾ വരുമ്പോ ഞങ്ങക്ക് വരവേൽപ്പ് കൊട്ട് കൊടുക്കുന്നുണ്ട്. കൊട്ട് വണ്ടി ട്രിപ്പ് അടിക്കുന്നുണ്ട്. പൂരം എവിടെ? ഞങ്ങളെ വരവേറ്റുകൊണ്ട് കൊട്ടുകൾ നടക്കുന്നു. സെറ്റപ്പാണ്. ഞങ്ങൾ വരുമ്പോ തന്നെ ഒരു ചായ ചുക്കാപ്പി എടുക്കും. ചേർപ്പ് കൂടിയിട്ടുള്ള ഫയർ നടത്തണം. നല്ല ഇടിയില്ല.
ഗ്ലൂക്കോസ് എത്തിയിട്ടല്ലോ. പെണ്ണിനെ മുഴുവൻ ക്യാമ്പ് പഠിക്കല് നമ്മളത് ഫയർ മാത്രം വന്നുള്ള കുഴപ്പമില്ലെന്നല്ലോ. വന്ന മുതല് കൊച്ചിന്ന് പറക്കണ വിമാനം പോലെ ദൈവം ദൈവം ഇവരെന്താ മറ്റേ ജാതിക്ക് പോയ പോലെ അമീർക്ക് വല്ല സമ്മർദ്ദത്തിന് പറഞ്ഞ പോലെ അല്ലല്ലോ. പോയതാണേ ആകെ ചിക്കൻ നാലും കൂട്ടി മുറുക്കി നടക്കണതാരാണ് ആരാണ് പിടിക്കാനലറുന്ന ചണ്ട മേളത്തളം ചണ്ട പിടിക്കാനലറുന്ന ആവേശം കഴിഞ്ഞ തുടങ്ങിയിട്ട് ആദ്യത്തെ കൊട്ടിന്റെ കളിക്കണമെങ്കിൽ തുള്ളിച്ചാടി ചെറുപ്പിള്ളേർ വെല്ലുവിളിച്ചുകൊണ്ടാണ് പ്രകടനം അതൊക്കെയുള്ള രാത്രി വൈബ് വളരെ സെറ്റാണ്. രാത്രി വൈബ് ഒരു 1.5 സ്ഥലട്ടാ. വിന്റർ ഫീൽക്ക് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ലെവലാണ്. ആളാ
എല്ലാരും ആഘോഷിച്ചിട്ടാ ട്രഷറും സെക്രട്ടറിയും ഇന്റർഫ്യൂവിൽ എത്തിയെങ്കിൽ അതിൻ്റെ പണികൾ അവസാന ഘട്ടത്തിലായിട്ടുള്ളൂ. നമ്മുടെ പ്രസിഡന്റ് ആദ്യം കൊടുന്ന നിയോജകമണ്ഡലത്തിന് പൂവൊക്കെ സെറ്റാക്കി അടിപൊളി സെറ്റപ്പാട്ടോ. അവിടെ നോക്കിയൊക്കെ നമ്മൾ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്നത് ബിൽഡിങ്ങിൻ്റെ ഒരു ഭാഗം ഉണ്ടാ നൈറ്റ് വ്യൂ കേട്ടോ. വണ്ടികൾ നിർത്താനുള്ള സ്ഥലം അടിപൊളി സ്ഥലം. സ്റ്റെപ്പായിട്ട് ഇതണ്ട ഇവിടെ രാത്രി നോക്കിയാൽ എന്താ ലെവല്. നമ്മൾ ഏറ്റവും ടോപ്പിലാക്കണം. റൂമിൽ നോക്കിയാൽ അതേപോലെ തന്നെയാണ്. ഇവിടുന്ന് ഇങ്ങനെ രണ്ട് സൈഡിൽ ഇവർ ഈ മതിൽ സംഭവം ഇപ്പോഴത്തെ ട്രെൻഡ് സാധനമാണ് പഠിച്ചുള്ളത്. ബേബി മെറ്റ് പോലെ ഉണ്ട്, കാണാൻ രസമുണ്ട് കേട്ടോ. പകൽ കാണിച്ചു തരാം. ഇത് ചെടികളെ വെച്ചിട്ടുള്ള വരും, പൂക്കും കായ്ക്കും, നല്ല സെറ്റപ്പായിട്ട്. ഇവിടെ പിന്നെ പൂവുകളൊക്കെ വെച്ച് നമ്മളവിടെ ഒന്നുമില്ലെങ്കിൽ ഇതിവിടെ ഈ മഞ്ഞായ കാരണം ഉണ്ട്. പൂവുകളൊക്കെ കോളാമ്പി ഇതെന്താ പറയാ ഈ പൂവിനെ സേവ് ചെയ്യുന്നതിനെ പറയാം. നമ്മളവിടെ ചിന്തനെ ഇത് ചെറുപറന്നല്ല, ഇത് കോളാമ്പി അങ്ങനത്തെ സംഭവം. ഇത് കണ്ട, ഇത് നമ്മളവിടെ പുഷ്പോത്സവത്തിന് തന്നെ പൂവാണ് ഇവിടെ. ഏത് ഇതാ ഇത് കണ്ട, ഇതല്ല. ഇതിവിടെ മഞ്ഞും കൂടിയ കാരണം വലിയ കംപ്ലൈൻ്റ് ഒന്നും വരില്ല. പൂവൊക്കെ നിന്ന് പിന്നെ നിൽക്കുക. നമ്മളവിടുത്തെ പോലെയല്ല, എപ്പോഴും തന്നെ പോലെ നല്ല വീതിയിൽ തന്നെ കേട്ടാ. വണ്ടി ബസ് ഓടിച്ച് കയറില്ല, ട്രാവലറൊക്കെ സുഖമായിട്ട് കയറിപ്പോ. നല്ല രസമായിട്ട് ഇതാ നൈറ്റ് വൈബ് അടിപൊളിയാണ് ഇവിടെ. ഇപ്പോൾ പുതുക്കത്തിൻ്റെ കുറച്ച് ഇതുണ്ട്, എല്ലാം സൂപ്പറാക്കിയിട്ട്. ഇത് എപ്പോഴും ഉണ്ടാവുന്നതല്ല. ഇത് നമ്മളിരിക്കും വലിയൊരു കുഴി, കുഴപ്പമില്ല. ഇതെന്താ വെച്ചാൽ കല്ലാണ്, കല്ല്. ഞാൻ വെച്ച് കാപ്പിക്കുരി വെച്ചാൽ കല്ലല്ല നമ്മളിട്ട് എന്താ ഒരു അങ്ങനെ ഇത് ഹൈറ്റിലാണ് നമ്മൾ നിൽക്കുന്നത്. സംഭവം വ്യാപാരികളൊരു മുതൽക്കൂട്ടായിട്ട് എപ്പോഴും പറയാം. ഇതിങ്ങനെ സെറ്റായിട്ടൊരു സാധനം പടക്കുന്നുണ്ട്, വിൻ്റർഫീൽ കൊടൈക്കനാൽ. നേരത്തെ ഇതിങ്ങനെ തിരിഞ്ഞ് വിൻ്റർഫീൽ ഇങ്ങനെ പോകാം. അവിടെയാണ് ക്യാമ്പ് ഫയർ നടത്തിയായിരുന്നു. ക്യാമ്പ് ഫയർ അടിച്ചു പൊളിച്ചു, ആർമാരിച്ചു. പിന്നെ പാട്ട് വെച്ച കാരണം പിന്നെ കൂടുതലൊന്നും എടുക്കാൻ പോയില്ല. അതായത് നമ്മൾ കയറി വന്ന വഴി കയറി വന്നു, ഇങ്ങനെ വന്നു. ഇതിവിടെ കിച്ചൺ ഇത് കിച്ചണല്ല അവനെ ഞാൻ വർക്ക് നടക്കുന്നുണ്ട്. മരത്തിനെ സെറ്റാക്കി. അല്ല ഇതൊക്കെ നല്ല രസമായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. വിൻ്റർഫീല് വേറെ ലൈറ്റില് നമുക്ക് അവിടുന്ന് ഇലക്ട്രിക് വണ്ടീനെ കേട്ടോ. ഈ വണ്ടിയിലാണ് നമ്മൾ ഇവിടെയും പൂവ് വെച്ചിട്ടുണ്ട്. പൂവൊക്കെ അടിപൊളി കേട്ടാ. ആരോ ഗാർഡൻ ഇവിടെ സെറ്റാക്കി ഇതുണ്ടാ. ഇലക്ട്രിക് വണ്ടി ഉണ്ട്, 10 ആൾക്ക് വന്നോണ്ട് സിമ്പിളാണ്. അവിടുത്തെ ബൈക്ക് പോലെ തന്നെ ഇലക്ട്രിക് വണ്ടി. ഇതിലാണ് അവർ കൂടുന്നത്.
നേരത്തെ വണ്ടി ഇങ്ങനെ വന്നിട്ട് അങ്ങോട്ട് പോകാൻ നമ്മൾ നേരത്തെ കാണിച്ച സ്ഥലമല്ലേ, ആ സ്ഥലമാണ് കാരണം. ഈ വഴിക്ക് കാർ പാർക്കിംഗ് ഉണ്ട്, നടക്കാൻ വയ്യ. നല്ല നമ്മളെ റിസപ്ഷൻ തന്നെ വേറൊരു ലെവലിലാണ് കയറി വരുമ്പോ തന്നെ. എന്താ റിസപ്ഷൻ തന്നെ വേറെ ലെവല്, സോഫയും കാര്യങ്ങളൊക്കെ വെച്ച് സ്റ്റെപ്പായിട്ട് ഇറങ്ങിപ്പോണം. ഇതാക്കിട്ട് വരും. ഓക്കെ, നമ്മൾ ഊട്ടിപ്പൂ എന്നുള്ളതാണ്. ഊട്ടിപ്പൂ കണ്ടോ, അത് ഒറിജിനൽ ചെടി തന്നെയാണ് അല്ലേ, ഒറിജിനൽ പ്ലാവ്. അതൊക്കെ കയറുന്നിടത്ത് ഇത് സ്റ്റെപ്പുകൾ. പ്ലാവ് ഒന്നല്ല, ഇത് നല്ല ഒറിജിനൽ ചെടിയാണ്. ഇതതിൻ്റെ അപ്പുറത്തേക്ക് നടത്താം. ഇല്ല, പുറത്ത് നല്ല തണുണ്ട്. നേരത്തെ കണ്ടതിൻ്റെ അടുത്തേക്ക് എത്തിയിട്ട് നമ്മൾ ഓഫീസിൽ നിന്ന് അല്ല ഇതിൽ നിന്ന് വരുമ്പോൾ നേരത്തെ ലോങ് കണ്ടില്ല നമ്മൾ, കാർ പാർക്കിംഗ് എടുക്കുന്നുണ്ട്. ഞങ്ങൾ എന്നൊക്കെ എടുക്കാൻ പോകാൻ മതി. നൈറ്റ് കണ്ടില്ല നിങ്ങൾ, നല്ല തണവുണ്ട്, പുറത്ത് കിടക്കാൻ പറ്റുന്നില്ല. ഏത് നമ്മളാ മറ്റേ ക്യാമ്പ് ഫയർ നേരത്തെ ക്യാമ്പ് ഫയറിൻ്റെ കാര്യം പറയാൻ മതി. ഇവിടെ റെസ്റ്റോറൻ്റ് ഉണ്ട്, അവിടെ ഫുഡ് സംഭവം പഠിച്ചിട്ടുണ്ട്. അതൊക്കെ കളർഫുള്ള് സാധനങ്ങൾ കേട്ടോ, കളർഫുള്ള്. ഇതാ ഇത് ഫയർ ആൻഡ് സേഫ്റ്റി. ആ ഇത് ബാക്കിൽ തെളിച്ചിട്ട് അല്ല, ഇത് വെറൈറ്റി ഒക്കെ ഉണ്ട്. അങ്ങനെ നമ്മളെ റൂം കിടക്കാൻ തന്നെ റൂം അങ്ങോട്ടാണ് ഞങ്ങൾ 203 കേട്ടോ. അതിപ്പോഴത്തെ ട്രെൻഡ് പോലെ തന്നെയാണ്, പുതിയ കാർഡൊക്കെ വെച്ചിട്ട്. അപ്പം ഇത് ഡോറൊക്കെ ഉണ്ടല്ലേ, ഡോർ സെറ്റപ്പൊക്കെ വലിയ സെറ്റപ്പാണ്. സെൻസർ ഡോർമേ ഡോർമ സെറ്റ് നോക്കിയാ, ഡോർമ സെറ്റ് തുറന്നു. ഞാൻ നേരത്തെ കയറിയതിൻ്റെ കുഴപ്പമാട്ടോ, അല്ലെങ്കിൽ വൃത്തി ഉണ്ടായിരുന്നു. അങ്ങനെ ഇത് ഇവിടെ കൊണ്ട് നമുക്ക് പുറത്തേക്ക് കിടക്കാൻ കാണാം. സ്കാനർ ഇത് ഇവിടെ ഇതേപോലെ നമുക്ക് പുറത്തേക്ക് കിടക്കാം. എല്ലാ റൂമിലും ഉണ്ട്. ഇത് തനാല് വാതില് കടയ്ക്ക ഒന്ന് മറന്നിട്ടാ നമ്മുടെ നൗസാക്കാം. ലോക്ക് മേലെ, ലോക്ക് മേലെ. നീ വേണമെങ്കിൽ പുറത്ത് പോയി ടെസ്റ്റ് അടിച്ചോ, പുറത്ത് വെച്ചല്ലേ ഡോർ. ഇതൊക്കെ പഠിക്കണ്ടേ. ആ മറ്റേ കിടക്കയിലേക്ക് ഒന്ന് ചാടി സോഫ അത് സോഫ്റ്റ് കാണിച്ചെടുത്ത പിന്നെ ബാത്റൂമൊക്കെ അടിപൊളിയാട്ടാ, അടിപൊളിയാണ്. അപ്പുറത്ത് കുളിക്കണമെന്ന് കുളിക്കാൻ വേണ്ടി കുളിക്കാം. അപ്പൊ എല്ലാരും വരിക. അപ്പൊ പിന്നെ
തിയേറ്റർ കാര്യങ്ങളൊക്കെ ഉണ്ട്. തിയേറ്റർ ആദ്യമായിട്ടാണ്. എന്തായാലും കാര്യങ്ങൾ ഉഷാറാണ്. ഫയർ ആൻഡ് സേഫ്റ്റി സാധനമൊക്കെ ഉണ്ട്. പിന്നെ നാളെ കാണാം നമ്മുടെ ബാക്കി വിശേഷങ്ങൾ. പിറ്റേ ദിവസം നേരം വെളുത്തപ്പോൾ നേരം പരപരാന്നല്ല, നല്ല രീതിയിൽ വെളുത്തിട്ടാണ്. ഇപ്പോൾ ഒരു 6:45 എന്താ ശരിക്കും മഞ്ഞ് പെയ്തന്നെ കൊണ്ട് നല്ലൊരു കാലാവസ്ഥ. പല കിളികളുടെ സൗണ്ടുകൾ കേട്ടോ, പരപ്പരാന്നുള്ള അടിപൊളി ഒരു കാലാവസ്ഥ തന്നെയാണ് കേട്ടോ. ചൂട് വരുന്നോ ഇവിടെ ആരും എനിച്ചിട്ടാണല്ലോ. എല്ലാവരും ഇന്നത്തെ പരിപാടി കഴിഞ്ഞ് സെറ്റായി. ഇവിടെ കാലത്തെ ഫുഡ് അടിക്കണ്ട, ഫുഡ് അടി കഴിഞ്ഞ് ഓരോരുത്തർ പോയി. 2-3 തരം ഐറ്റംസുകൾ, പിന്നെ ബ്രെഡ്, വട, കേസരി, തണ്ണിമത്തൻ, ഐറ്റംസുകൾ എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ടാ. ഫുഡ് അടി കഴിഞ്ഞു. പോരാ ഏരിയയാണ്, ഫുഡ് ഏരിയ കണ്ടില്ല, നേതാക്കളെല്ലാം അടിക്കണ്ടേ. ഇവിടുന്നും ഇത്ര ഏരിയ ഉണ്ട്. ഇവിടുന്നും നല്ല സൈറ്റ് ഉണ്ട്. ഫുഡ് അടിച്ചു കഴിഞ്ഞാൽ പുറത്തിറങ്ങിയാൽ ഇങ്ങനൊരു ഏരിയ ഇപ്പം കാണണം കേട്ടോ. വേറൊരു ലെവലാട്ടാ. എന്തായാലും ഒന്ന് വന്നു നോക്കുക. വിന്റർ ഫീൽ കൊടൈക്കനാല് അടിച്ചാൽ മതി. എല്ലാവരും ഇവിടെ തേച്ചോളുന്നു. ഫുഡ് അടിച്ച് തേക്കാൻ വേണ്ടി നടക്കണേ. എല്ലാവരും സെറ്റായി നിൽക്കണ്. ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടാണ്. ഫോട്ടോ അതിൻ്റെ ഉള്ളിൽ ഫോട്ടോ എടുക്കാൻ വേണ്ടി വരും. എന്താ ഞങ്ങള് ഇവിടെ വന്നപ്പോ ഗുണാകേവർക്ക് മാറ്റം വരുത്തിയിട്ടാ. നമ്മുടെ ഒരു സിനിമ വന്ന കാരണം എന്തായി, ഇന്നാള് വരുമ്പോ ഇങ്ങനെ ഇതുപോലെ പോലും ഉണ്ടായിരുന്നില്ല. വെറുതെ കയറി പോണ സെറ്റപ്പായിരുന്നു. അവര് ഗുണാകേവനെ കയറി മരം ഓന്ത മറ്റേ ഉടുമ്പുടുമ്പ് നല്ല തിരക്കാണ്. ഞങ്ങൾ നേതാക്കളോടൊക്കെ ഉണ്ട്. ഫുള്ള് തിരക്കിലാണ്. അടുത്ത ദിവസം ചെയ്യുന്ന എനിക്ക് മാറ്റമേ. നമ്മുടെ ടിക്കറ്റുള്ള ആള് വന്നോണ്ടിരിക്കണു. ടിക്കറ്റ് എന്നെ വിട്. ഓക്കെ 5 6 7 ഇതിൽ ചട്ട 8 ഒരുമിച്ച് അത് എണ്ണി പോന്നു. ഇല്ല വരും ആളുടെ 20 ബ്ലോക്ക് ചെയ്തത്
കഴിഞ്ഞു. നമ്മുടെ അവസാന ആളും കയറി. നമ്മളെല്ലാരും ഇറങ്ങി. ഞങ്ങളെല്ലാരും ഇറക്കി. അത് കുഴപ്പമില്ല. കഴിഞ്ഞ ആ പൈസക്ക് മാറ്റമൊന്നും വന്നിട്ടില്ല കേട്ടാ. 10 തന്നെ. നമ്മളവിടെയാണെങ്കിൽ ഇപ്പൊ കാശ് കൂട്ടിണ്ടാവും. നമ്മളവിടെ ഉള്ള കാര്യം തന്നെ പറഞ്ഞ കൊച്ചാക്കണ്ട. ഇത് എത്ര കാലമായി 10 രൂപ വെച്ചിട്ടാ. ഇതൊക്കെ പുതിയതാ. ഇതൊക്കെ ഇതൊക്കെ വെറുതെ ഓപ്പൺ ചെയ്തെടുക്കുന്നു. ആ സിനിമ ചേട്ടാ ഇത് അല്ല ടിക്കറ്റ് ഉണ്ടായിരുന്നു അന്ന്. അത് വെറുതെ ടിക്കറ്റ് കൊടുത്ത് 10 രൂപ. സിനിമ വന്നപ്പോ ഈ സാധനമൊക്കെ വന്നു. ഈ പുതിയ സിനിമ വന്നപ്പോ മഞ്ഞുമൽ ബോയ്സ് ആണ് നമ്മളെ ഇങ്ങനെ ആക്കിയത്. അന്ന് ആൾക്കാർ കുറവ് വന്നിരുന്നല്ലോ. അന്നുണ്ട്. അന്ന് ആൾക്കാർക്ക് അറിയണ്ടേ. മഞ്ഞുമൽ വന്നപ്പോഴാണ് ആൾക്കാർ കൂടിയത്. അങ്ങനെയൊന്നുമില്ല. കുട്ടാട്ടോ കുട്ടാട്ട മറ്റു സിനിമയിലുള്ള സിനിമ കണ്ടിട്ടില്ലല്ലേ? ആ സിനിമയില് ആ കുഴിയിലുള്ളിക്ക് പോയിട്ടേ അവൻ വിളിക്കണല്ലേ. കൊറേ ആൾക്കാരോട് പറയും. ആ സിനിമ അടിപൊളിയുണ്ട്. എവിടെ തിരക്കണ്ട. മഞ്ഞ് പേരുമല വില കുറഞ്ഞോണ്ട് കൂടിയുണ്ട്. ഇതിലൊന്നും വലിയ മാറ്റം വന്നിട്ടില്ല. ഇതൊന്നും വലിയ മാറ്റം പറ്റിയിട്ടില്ല. പഴയ ആ പേരുകളാണ്. എവിടെയാട്ടാ പോയത്? ഇവിടെയാ പോയത്? അവിടെ കാണാണ്ട പോയത്? അവിടെയാ ചോദിച്ചേട്ടാ കാണാണ്ട പോയത്? അവിടെയാ? ആ കാണാണ്ട പോയത്? അവിടെയാ? ആന്ന് കിട്ടില്ലേ? ആ യൂട്യൂബിൽ ഇതിന്റെ അടിയിലാണ് പോയത്. വേലാണതില് കിട്ടില്ലേ? ഭയങ്കര തിരക്കട്ടാ. കുട്ടിയുടെ ബാഗ് ഒരു കുരങ്ങെടുത്തുണ്ടായി. കുരങ്ങൻ ആണ്ടിക്കൊണ്ടായി നടക്കുന്നു. ഇതൊക്കെ ഒരു ഭാഗമാണ്. അതൊക്കെ മൂടിയിരുന്നു.
മൊബൈലിന് കാറ്റിടും ആ മൊബൈലുണ്ട് കേട്ടോ. പോലീസ് ചെക്കിങ് പോലും ഉണ്ടാവില്ല ഇതില് പോലും ഉണ്ടാവില്ല. ചെക്കിങ് അത്രയും കാര്യമാക്കണം. ബാഗ് കൊണ്ടായിട്ടുള്ള ഇടപാടാ. ആ ബാഗിന്റെ അവസാനം ഘട്ടത്തിൽ എത്തിയില്ല. കാണണ്ട നിങ്ങൾ പുള്ളി സെറ്റാക്കില്ലേ തിരക്കാണ്. നേരത്തെ തിരക്ക് കൂടിയിട്ടാണ് അല്ലേ? നേരത്തെ ഭയങ്കര തിരക്കാണ്. ഇപ്പൊ ഒരു വേറെ ഫോട്ടോ പോസ്റ്റ് ഗുണാകേവില് പോയ പോലെ. ചേച്ചി കിടക്കട്ടെ. നോക്കി തിരക്ക്. ആ നമ്മള് വിടുന്നല്ലേ നമ്മളാ വിടുന്ന ഞങ്ങളങ്ങോട്ട് കിടക്കട്ടെ. അങ്ങോട്ട് പോലെ നിങ്ങൾ രണ്ടാമത്തെ ആയത്തോണ്ടില്ലേ തിരക്കണ തിരക്ക്. ഇതൊക്കെ ബോട്ടിംഗ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഞങ്ങള് ബോട്ടിങ് ഇവിടെ നടക്കും. ആ ഇത് ചവിട്ടി ഒന്ന് പോയി നോക്കണ. 4 ആളുണ്ടെങ്കിൽ പോയിക്കോള്. 4 ആള് വേണം. സൈക്കിൾ എടുത്താലാന്നൊരു പ്ലാൻ ഉണ്ട്. സൈക്കിൾ നോക്കണ
സൈക്കിൾ നോക്കണോ? ആ അത് നീ ഒന്നും കാശ്. സൈക്കിളിന് എന്ത് റേറ്റ് ചേട്ടാ? ആ ഇത് 150 അല്ലേ? 150 റുപ്യ. ഇല്ല നീ ചവിട്ടിയാണ്, ഞാൻ ബാക്കിൽ നിന്ന് ചവിട്ടിയിരുന്നു. 150 റുപ്യ. അത് അവർക്കറിയണ, അരമണിക്കൂറൊക്കെ അവർക്കറിയാം. നോക്കണ്ട? ആ എടുക്ക ചേട്ടാ, എടുക്കട്ടാ, ഒന്നും എടുക്കട്ടാ, ബോഡിയില്ലേ അവൻ പൈറ്റ് കൂടുതലേ ഞാൻ കമ്മി ഇരിക്കും. അവര് ഡബിള് ചവിട്ടി കാശ് പോരണ. ഓക്കെ എന്തായാലും ഞാൻ വിളിക്കണം. ആ അത് കുഴപ്പമില്ല. എന്നാ, അങ്ങനെ എടുക്കണ്ട. ഞാൻ നീ എടുക്ക്, നീ ഫ്രണ്ട് ഔട്ട്. നിങ്ങൾ ആ അമേരിക്ക ഫ്രണ്ട് ഔട്ട്. അവിടെ ഒരാളുണ്ടായിരുന്നല്ലോ. എത്ര ആളുണ്ട്? ഞങ്ങളാളെ ഇല്ല അങ്ങോട്ടേ കൊടുക്കാം. ಅವ್ರು ಕೊಡ್ತಿರ್ತೇನೆ ಎಲ್ಲಿ ಸಮ ಒಣಕೈಂಡು ಬರ್ತಿದ್ದೆ അതെ സൈക്കിള് പഠിത്തത് ചവിട്ടിട്ടില്ലട്ടാ. ആ ഒരു ധൈര്യത്തിന് ചവിട്ടി നോക്കാന്ന് മാത്രമേ ഇപ്പൊ പറയാൻ പറ്റുള്ളൂ. ആ ചവിട്ടോ അല്ല അത് ധൈര്യം ചവിട്ടിയ പ്രാക്ടീസ് ആയിക്കോളൂ. അതൊന്നും കുഴപ്പമില്ല. വാപ്പാ ഞങ്ങളൊന്നും അത്ര പോലെ കേട്ടോ. ഞങ്ങളിപ്പോ തിരിച്ചു വരും. ഞങ്ങളെ പോയിട്ട് തിരിച്ചു വരും. ആ തന്നെ ഓക്കെ 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 ഞാൻ ചവിട്ടേ. നീ എന്നെ മാത്രം പിടിച്ചാൽ മതി. അപ്പൊ ഞങ്ങൾ പോയിട്ട് വരാം. അവരവിടെ മുന്നേ പോയിണ്ട്. അപ്പൊ ഞങ്ങള് സൈക്കിളും ഒരു പെടവടക്കാൻ അരമണിക്കൂറൊക്കെ പറഞ്ഞു. ഞങ്ങൾ അതിനൊന്നും നിൽക്കുന്നില്ല. അത് 150 റുപ്യക്ക് ഡബിൾ. ഞാനും സേവിയാണ്. എന്താണ് അമ്മച്ചീനൊക്കെ വിളിക്കുന്നത്? കുതിരക്കാരൻ എന്തൊരു സുഖമാണി സൗണ്ട്. എന്താ ആ പുതിയ സംഭവം ടാറ്റു. ആ വെടിവെപ്പ് കേന്ദ്രം, വെടിവെപ്പ് കേന്ദ്രം. ആൾക്കാരില്ല, വെടിവെക്കാനുള്ള ആൾക്കാരിലാണ്. ചതച്ചു. അക്കാന്റെ കടയിൽ നിന്നൊരു കാപ്പി അല്ലേ? കാപ്പി അടിക്കാം. 2 കോഫി ആ ഇല്ല വീഡിയോ ഇത് സൈക്കിള് ചവിട്ടിട്ടേ കത്തച്ചപ്പ ഒരു കാപ്പി അടിക്കാൻ വെച്ചു. പണ്ടത്തെ പോലെ അല്ല ഇപ്പൊ കുതിരപ്പുറത്തും സൈക്കിളും ആളും കണ്ടാ. ഇത് കൊറച്ച കൊള്ളവര് അയ്യോ ആ പോട്ടെ അങ്ങോട്ട് തിരിച്ചോ. അവ കാണണ്ട ഈ വണ്ടി കണ്ടാ അറിയും. അപ്പൊ 16 ഏക്കർ വണ്ടി ഓടിക്കട്ടെ. ആ
നേരെ 12:50 വരെ ഉണ്ട് കൊടുക്കാൻ. സമയമുണ്ട്, അരമണിക്കൂർ. നമ്മൾ നേരത്തെ കൊടുത്തിട്ടുണ്ട്. കുഴപ്പമില്ല. ആണാ ഒരാള് പിടിച്ചിട്ടാണ് സൈക്കിളോട്ട് പോകുന്നത്. പോണു എന്നെ കൊണ്ടാവില്ല. ഇത് വിളിക്കണം. ഇല്ല, കുറച്ച് പോയാൽ മതി. ഇതൊക്കെ ക്ഷീണിച്ചിരിക്കുക. നമ്മുടെ റെസ്റ്റോറന്റിന്റെ ഉള്ളിലാട്ടാ. അങ്ങനെ കയറി നമ്മളിവിടെ 2 ടോയ്ലറ്റുകൾ, ലേഡീസ് ജെൻസ് ഫുൾ സെറ്റായിട്ടിരിക്കുകയാണ്. നമ്മൾ തുടങ്ങേണ്ട ആവശ്യമുള്ളോ? തുടങ്ങല? ഓക്കെ, റെഡി പണി ഇവിടെ ഇരിക്കുകയാണ്. ഐറ്റംസ് വെജിറ്റബിൾ, ഇത് വെജ് ഫ്രൈഡ് റൈസ്, ഇത് ചിക്കൻ, ചില്ലി ചിക്കൻ, ഇത് പൊറോട്ട അവനെ വഴി അല്ലേ? ഇത് മട്ടൻ കറി. ഞങ്ങൾക്ക് നേതാവ് പൊരിച്ചിട്ടുണ്ട്. ഇത് റൈസ്. എല്ലാം സെറ്റാണ്. ഇനി വന്ന് ഇരിക്കുക എല്ലാവരും. സാമ്പാറുണ്ട്, നമ്മുടെ നാടൻ സാമ്പാർ. രസം വരെ വീക്കെൻഡ്സ് അതുകൊണ്ട്. പപ്പടം, അപ്പളല്ലേ? അപ്പളം. ഫുഡ് കഴിക്കാൻ നേരത്തെ കാണിച്ചിരുന്നില്ലേ? ഇത് ഇവരെല്ലാവരും നമ്മളെ റെഡി ആയിട്ട് നിൽക്കണ്ട. അവർക്ക് വീഡിയോ എടുക്കാൻ ചെറിയ നമ്മളിഞ്ഞ് വരിക വേണ്ടല്ലോ. അവിടെ ആരും തുടങ്ങിയില്ലോ. ഇതെന്ത് തൈര? മിൽക്ക് ഷേക്ക്. ഷേക്കുണ്ട്. ഇനി ഇത് കഴിഞ്ഞിട്ട് ആണാ ഒന്നും കുറയ്ക്കണമെന്നുള്ളത്. ഞങ്ങളെ വെറുതെ നേതാക്കളെ കൊടുക്കുന്നില്ല. നേതാക്കളെ